നമസ്കാരം. കഴിഞ്ഞ ദിവസം നമ്മുടെ തലസ്ഥാന നഗരമായ തിരുവനന്തപുരത്ത് നടന്ന ഒരു സംഭവം ചാനലുകളിൽ വലിയ ചർച്ചയായിരുന്നു. തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവും MLA-യുമായ സച്ചിൻ ദേവും നഗരത്തിൽ KSRTC ബസ് തടഞ്ഞു നിർത്തി ഡ്രൈവറുമായി വാക്കേറ്റം നടത്തുന്നതിന്റെ ദൃശ്യങ്ങൾ ചാനലുകളിലും സോഷ്യൽ മീഡിയകളിലും പ്രചരിക്കുകയും ചെയ്തു. മേയറെ വെള്ളപൂശുകയും KSRTC ഡ്രൈവറെ എതിർത്തും രണ്ടു കൂട്ടരുടെ ഭാഗത്തെ ന്യായങ്ങളും വിശദീകരിച്ചും ആരുടെ ഭാഗത്തും നിൽക്കാതെ മാറി നിൽക്കുന്നവരായും പലതരത്തിലുള്ളവരെ നമ്മൾ കണ്ടു. ആര്യ രാജേന്ദ്രൻ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ KSRTC ഡ്രൈവർക്കെതിരെ കേസുമെടുത്തു. എന്നാൽ മേയർക്കെതിരെ KSRTC ഡ്രൈവർ നൽകിയ പരാതി എവിടെ? ആ പരാതിയിൽ എന്തുകൊണ്ട് പോലീസ് കേസെടുത്തില്ല? സാധാരണക്കാരായ ജനങ്ങൾ യാത്രയ്ക്കായി ആശ്രയിക്കുന്നത് KSRTC ബസ്സിനെയാണ്. നടുറോഡിൽ MLA-യും മേയറും കൂടി KSRTC ബസ് തടഞ്ഞു നിർത്തി വാക്കേറ്റം നടത്തുകയും തെരുവു യുദ്ധം നടത്തുകയും ചെയ്തപ്പോൾ ബുദ്ധിമുട്ടിലായത് പാവപ്പെട്ട യാത്രക്കാരാണ്. ബസിന്റെ യാത്ര അവസാനിപ്പിക്കാനുള്ള ക്ഷമ പോലും കാണിക്കാതെ ആളുകളെ ഇറക്കിവിട്ട് നടുറോഡിൽ MLA-യും മേയറും കാണിച്ചുകൂട്ടിയ പേക്കൂത്തിന് പാത്രമായത് സാധാരണ ജനങ്ങൾ. MLA-യും മേയറും ചെയ്തത് ന്യായമാണോ? സംസ്ഥാനം ഭരിക്കുന്ന ഭരണപക്ഷത്തിന്റെ MLA-യും മേയറും ആയതുകൊണ്ട് ആർക്കും ആരെയും എപ്പോഴും ബുദ്ധിമുട്ടിലാക്കാം എന്നാണോ വ്യവസ്ഥ? MLA-ക്കും മേയർക്കും പകരം ഒരു സാധാരണക്കാരനാണ് ഈ പ്രവൃത്തി ചെയ്തിരുന്നതെങ്കിൽ ഇപ്പോൾ എന്താകുമായിരുന്നു അവസ്ഥ? ശിക്ഷാ നടപടികൾ കൂടാതെ ബസിന്റെ ട്രിപ്പ് മുടക്കിയതിന് നഷ്ടപരിഹാരം ഉൾപ്പെടെ ആ വ്യക്തിയിൽ നിന്ന് ഈടാക്കാൻ സർക്കാർ നടപടിയെടുക്കുമായിരുന്നില്ലേ? നടുറോഡിൽ ഈ പേക്കൂത്തുകളെല്ലാം കാട്ടി ആളുകളെ ബുദ്ധിമുട്ടിച്ചപ്പോൾ MLA-യും മേയറും മറന്നുപോയ ഒരു കാര്യമുണ്ട്. അവർ റോഡിൽ ഇറക്കിവിട്ട ആ ആളുകളിൽ പലരുടെയും വോട്ട് നേടിയാണ് ഇവർ MLA-യും മേയറുമൊക്കെയായത്. ജനങ്ങളുടെ ജീവനും സ്വത്തിനും കാവലാളാകേണ്ട പോലീസിനോടാണ് അടുത്ത ചോദ്യം. സാധാരണക്കാരായ രണ്ട് വ്യക്തികൾ തമ്മിൽ ഒരു അടി ഉണ്ടായി അത് കേസായാൽ പോലും രണ്ടു പേർക്കുമെതിരെ കേസെടുക്കുന്ന നമ്മുടെ നീതിബോധമുള്ള പോലീസിന് ഇതെന്തു പറ്റി? എന്തുകൊണ്ടാണ് മേയർക്കെതിരെ ഡ്രൈവർ തന്ന പരാതിയിൽ പോലീസ് കേസെടുക്കാതിരുന്നത്? അധികാരസ്ഥാനത്തുള്ളവർക്ക് മുന്നിൽ തല കുനിച്ച് നിൽക്കേണ്ടവരാണോ ജനങ്ങളുടെ ജീവനും സ്വത്തിനും കാവൽക്കാരാകേണ്ട പോലീസ്? പൊതുജനം കഴുതകളാണ് എന്ന് ഒളിഞ്ഞും തെളിഞ്ഞും പറയുന്ന മേയറെയും MLA-യും പോലുള്ളവർ ഇതുപോലെ നടുറോഡിൽ പൊതുജനങ്ങളാൽ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു ദിവസത്തെപ്പറ്റി ചിന്തിച്ചിട്ടുണ്ടോ? AC-യുടെ കുളിരിൽ സുഖശീതളിമയിലിരിക്കുന്ന നിങ്ങൾക്ക് അത്തരമൊരനുഭവം താങ്ങാൻ സാധിക്കുമോ? നീതിന്യായ വ്യവസ്ഥയിൽ സ്ത്രീകളുടെ വാക്കിന് പ്രാധാന്യം നൽകുന്നത് നല്ലത് തന്നെ. എന്നാൽ സത്യാവസ്ഥ മനസ്സിലാക്കാതെ ഒരാൾക്ക് നേരെ നടപടിയെടുക്കുന്നത് ശരിയാണോ? ഒരു രാത്രി മുഴുവൻ പോലീസ് സ്റ്റേഷനിൽ പിടിച്ചിരുത്തി പിറ്റേന്ന് രാവിലെ മാത്രം ജാമ്യം നൽകി വിടാനുള്ള അത്രയും വലിയ കുറ്റം KSRTC ഡ്രൈവർ ചെയ്തിട്ടുണ്ടോ? എന്തിനും തെളിവുകളെ ആശ്രയിക്കുന്ന നമ്മുടെ പോലീസ് എന്തുകൊണ്ട് അത് അന്വേഷിച്ചില്ല? ആകെയുള്ള തെളിവായിരുന്ന ബസ്സിലെ യാത്രക്കാർ എടുത്ത വീഡിയോ MLA-യും മേയറും ഭീഷണിപ്പെടുത്തി ഡിലീറ്റ് ചെയ്യിപ്പിച്ചു എന്ന് പറയുന്നു. എന്തിനു വേണ്ടിയാണ് ആ വീഡിയോ അവർ ഡിലീറ്റ് ചെയ്യിപ്പിച്ചത്? തങ്ങളുടെ ഗുണ്ടായുസത്തിന് തെളിവുകളില്ലാതിരിക്കാൻ വേണ്ടിയോ? ഭരണം കൈയാളുന്നവരായതുകൊണ്ട് മാത്രം താൻ കൊടുത്ത പരാതിയിൽ കേസ് എടുത്തില്ലെങ്കിലോ എന്ന് കരുതി സ്ത്രീത്വത്തെ ആക്ഷേപിച്ചു എന്നൊരു വരി കൂടി പരാതിയിൽ ഉൾപ്പെടുത്തി ഒരാളെ ശിക്ഷിക്കാൻ മാത്രം അധപ്പതിച്ചു പോയോ ബഹുമാനപ്പെട്ട മേയർ?
സ്വന്തം സ്ത്രീത്വത്തെ കൂട്ടുപിടിച്ച് ഇത്തരം മൂന്നാംകിട കാര്യങ്ങൾ ചെയ്യാൻ നാണമില്ലേ അവർക്ക്? ജനസേവനമാണ് ലക്ഷ്യമെന്ന് പറഞ്ഞ് സാധാരണക്കാരുടെ കണ്ണിൽ പൊടിയിട്ട് വോട്ട് നേടി അധികാര സ്ഥാനത്തെത്തി ഇതുപോലെ പാവങ്ങളായ ജനങ്ങളെ കഷ്ടപ്പെടുത്തുന്ന നിങ്ങളെപ്പോലുള്ളവരാണ് കേരളത്തിന്റെ ശാപം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഫാക്ട്.